ഇടതും വലതും ചേർന്ന് വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം. കുറ്റിപ്പുറം KMCT ക്യാമ്പസിലെത്തിയപ്പോഴാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയെ SFI MSF വിദ്യാർത്ഥികൾ ചേർന്ന് തടഞ്ഞത്. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമ സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് NDA സ്ഥാനാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ എത്തുമ്പോൾ തടയുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള നിവേദിത സുബ്രഹ്മണ്യനെ കുറ്റിപ്പുറം KMCT ക്യാമ്പസിൽ വെച്ച് തടഞ്ഞൊരു സംഭവമുണ്ട്. എങ്ങനെ ഈ ഒരു സംഭവത്തെ നോക്കിക്കാണാം? നോക്കൂ, കലാലയങ്ങളില് വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ അടിച്ചമർത്തുവാനുള്ള ഒരു നീക്കം കാലങ്ങളായിട്ട് ഇവിടെ തുടർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും അത്തരത്തിലൊരു അനുഭവം പൊന്നാനി ലോക്സഭാ കാൻഡിഡേറ്റ് ആയിരുന്ന പ്രൊഫസർ VT രമൺ NDA സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് LDFന്റെയും UDFന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇത് അവസാനിപ്പിക്കണമെന്നോ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നോ അവരെയെല്ലാം രാഷ്ട്രത്തിന് ഉതകുന്ന രീതിയിൽ ചിന്തിക്കുവാനും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വളരുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഊർജം പകരുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് നാളിതുവരെ ഇവിടെ കേരളത്തിലുള്ളവർ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സാംസ്കാരികപരമായിട്ട് വലിയ ഔന്നിത്യത്തിലുള്ള ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിൽ സംസ്കാര ശൂന്യത എല്ലായിടവും കലാലയങ്ങളിൽ പോലും കാണുന്ന രീതിയിലേക്ക് അത് പതിച്ചിരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മാതാപിതാക്കൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ആശങ്കയുള്ളവർ ഇതിനെ തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അമ്മമാരുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം കലാലയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം നടത്തുവാനായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ ഉള്ളവരെ നേരിടുവാൻ ഉപയോഗിക്കുന്ന രീതിയെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിഭാഷക വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ തടഞ്ഞു എന്നുള്ളതാണ്. ഒരു അഭിഭാഷക കൂടിയാണ് നിങ്ങൾ. നോക്കൂ, ഞാൻ 1993 ലോ കോളേജിൽ പാസ്സാവുമ്പോൾ അന്ന് മറ്റൊരു സംസ്ഥാനത്തിലെ വിട്ട് ഒരു സ്ത്രീയെ പഠിപ്പിക്കുക, ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുക പോലും ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അന്ന് 5 വർഷം ഞങ്ങളുടെ ലോ കോളേജ് ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള മുഖങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവിടെയൊക്കെ ഒരു കാര്യമുണ്ട്, ഏതൊക്കെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായാലും ഏതൊക്കെ തന്നെ സാഹചര്യങ്ങളിൽ ഉള്ളവരായിരുന്നാലും പരസ്പരം സ്നേഹവും വിശ്വാസവും ബഹുമാനവും കൊടുക്കാനും നൽകാനും സ്വീകരിക്കാനും രണ്ടു കൂട്ടരും എല്ലാവരും തയ്യാറായിരുന്നു. അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത്തരമുള്ള ക്യാമ്പസുകളെ കുറിച്ച് കേരളത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. കാരണം കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി ഇവിടെ ക്യാമ്പസുകളിൽ കലാപ രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. നമുക്കറിയാം എത്ര കുഞ്ഞുങ്ങളെയാണ് ഇവർ ഇല്ലായ്മ ചെയ്തത്. ഈ രാഷ്ട്രീയം കലാലയങ്ങൾ വന്നിട്ട് പരസ്പരം മല്ലടിപ്പിച്ചുകൊണ്ട് സിദ്ധാർത്ഥ എന്നുള്ള കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇത്തരത്തിലൊക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും എന്തും ചെയ്യാൻ സാധിക്കുന്ന ഏത് തരത്തിലുള്ള കലാപമായാലും ഏത് തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളായാലും സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് ഉണ്ടാക്കി തീർത്തതാണ്. അത് തീർത്തും ഭയാനകരമാണ്. എന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ നമ്മളെപ്പോലെയുള്ളവരെ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അല്ലാണ്ട് പേടിച്ച് പിന്മാറുന്നവരുണ്ടാവാം. പക്ഷെ അത്തരക്കാരിലല്ല ഒരാളല്ല, അല്ലെങ്കിൽ അത്തരക്കാരല്ല ഈ സംഘപരിവാറിലുള്ളവർ എന്നെങ്കിലും കുറഞ്ഞത് ഇവർ മനസ്സിലാക്കിയാൽ നന്നായി. കാരണം ഇതിലും വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഒരു സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ലാത്ത കാലത്തും പ്രതികരിച്ചും തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചവർക്കെതിരെയും ഈ കുട്ടികളെ ഉപയോഗപ്പെടുത്തി ഒരു വർഗീയ അജണ്ട, വർഗീയ ധ്രുവീകരണം വരെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും കുട്ടികളെ ബാധിക്കുന്ന രീതിയിൽ, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, കൊല്ലത്തായാലും നമ്മുടെ പ്രൊഫസർ സരസു ടീച്ചർ, ഇപ്പം നമ്മുടെ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ടീച്ചർക്കുണ്ടായിട്ടുള്ള അനുഭവമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. എത്രത്തോളം മോശമായിട്ടുള്ള സാംസ്കാരിക ശൂന്യതയാണ് ഇപ്പോൾ ഈ കലാലയങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പ്രൊഫസർ സരസു അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചുമൊക്കെ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിട്ട് തന്നെയാണുള്ളത്. വരും കാലങ്ങളിൽ പൊതുജനം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ
തമ്മിലടുപ്പിച്ച് കുറുക്കൻ ചോര കുടിക്കുന്ന മാതിരി ചെമ്മരിയാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്മാരെ ഒറ്റപ്പെടുത്തുവാൻ ജനം തയ്യാറാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങളെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ ഇനി പേടിച്ച് പിന്മാറാനല്ല, കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് അഡ്വക്കേറ്റ് നിവേദിതയും വ്യക്തമാക്കുന്നത്. കൃഷ്ണകുമാറിനൊപ്പം ഈ സോമകൃഷ്ണ, ജനം.